നമസ്കാരം. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന NH-66 പുരോഗതിയൊക്കെ പലരും വീഡിയോ ആക്കി നമ്മളെ കാണിക്കാറുണ്ട്. ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. പല റീച്ചിലെയും പുരോഗതിയൊക്കെ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഇത് എടുക്കുന്നവരെ സംബന്ധിച്ച് നല്ല വ്യൂസും റീച്ചും പൈസയൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ തെറ്റില്ലാതെ പലരും കഞ്ഞി കുടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലരുടെയും പ്രധാന വരുമാന മാർഗം തന്നെ അതായിരിക്കാം. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ഒരു സുഹൃത്ത് അത്തരത്തിൽ വീഡിയോ എടുക്കുന്ന ഒരാളിന് ഒരു പണി കിട്ടിയ കാര്യം പറയുന്നത്. MVDO പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ പിടിച്ച് ഫൈൻ അടിച്ച് താക്കീത് ചെയ്ത് വിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം ഹെൽമെറ്റിൽ ഘടിപ്പിക്കുന്ന ക്യാമറയാണ്. ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷമാണ് ഹെൽമെറ്റിൽ ക്യാമറ ഘടിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണോ എന്നൊരു സംശയം എനിക്കും തോന്നിയത്. ഞാൻ ഉടനെ തന്നെ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയുണ്ടായി. അങ്ങനെ സെർച്ച് ചെയ്ത വഴിക്കാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഒരു കത്ത് ശ്രദ്ധയിൽപ്പെട്ടത്. അതിൻ്റെ പകർപ്പാണ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ പറയുന്ന ഇപ്രകാരമാണ്: ഈ അടുത്ത കാലമായിട്ട് പലരും ഹെൽമെറ്റിൽ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അങ്ങനെ ചെയ്യുമ്പോൾ ബൈക്ക് ഓടിക്കുന്നവരുടെ ശ്രദ്ധ മാറി അപകടങ്ങൾ സംഭവിക്കുമെന്നുമാണ്. പിന്നെ മറ്റൊരു കാരണം പറയുന്നത് ഹെൽമെറ്റിൽ ക്യാമറ ഘടിപ്പിക്കാനായിട്ട് ഡ്രിൽ ചെയ്യുമ്പോൾ ഹെൽമെറ്റിൽ ബലക്ഷയം വരുന്നു എന്നാണ്. അതിനാൽ തന്നെ അപകടം സംഭവിക്കുമ്പോൾ ഹെൽമെറ്റിൻ്റെ പ്രയോജനം ലഭിക്കില്ലത്രേ. ഇതാണ് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് സെക്ഷൻ 129 അനുസരിച്ച് ബൈക്കിൽ സഞ്ചരിക്കുന്ന 4 വയസ്സിന് മുകളിലുള്ള എല്ലാവരും തന്നെ ഹെൽമെറ്റ് നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നാണ്. തലപ്പാവ് വെച്ച സിഖ് വംശജരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇങ്ങനെ ഹെൽമെറ്റ് ധരിക്കാതെ സഞ്ചരിക്കുന്നവരെ സെക്ഷൻ 194D അനുസരിച്ച് ശിക്ഷിക്കാമെന്നും പറയുന്നുണ്ട്. 1000 രൂപ ഫൈനും ലൈസൻസ് സസ്പെൻഷനും ഒക്കെയാണ് ശിക്ഷയായിട്ട് പറയുന്നത്. ഏതെങ്കിലും ഒരു ഹെൽമെറ്റ് എടുത്ത് വെച്ചാൽ പോരാ, ISI സ്റ്റാൻഡേർഡ് ഉള്ള ഹെൽമെറ്റ് ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. IS 4151/2015 ഇതിൻ്റെ സ്പെസിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലെങ്ങും ഹെൽമെറ്റിൽ ക്യാമറ ഘടിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞതായി എൻ്റെ ശ്രദ്ധയിൽ കണ്ടിട്ടില്ല. എങ്കിലും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിഗമനം ഹെൽമെറ്റിൽ ക്യാമറ ഘടിപ്പിച്ചാൽ അത് ഹെൽമെറ്റ് ധരിക്കാത്തതായി കണക്കാക്കും എന്നാണ്. ആയതിനാൽ തന്നെ ഫൈനും ലൈസൻസ് സസ്പെൻഷനും എടുക്കണം എന്നാണ് അദ്ദേഹം കീഴ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വീഡിയോ എടുക്കുന്നവർ ഒന്ന് ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ആരെങ്കിലുമൊക്കെ പച്ച പിടിച്ച് കഞ്ഞി കുടിച്ച് കിടക്കുന്നത് കണ്ടാൽ അവിടെ ചില നിയമക്കുരുക്കുകൾ കൊണ്ടുവന്ന് തുരങ്കം വയ്ക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ഒരു വിനോദമാണ്. ഇത് മോട്ടോർ വാഹന വകുപ്പിൽ മാത്രമല്ല മറ്റ് വകുപ്പുകളിലും നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ റോഡ് വീഡിയോ എടുക്കുന്നവർ ഈ കുരുക്കിൽപ്പെടാതെ നോക്കുക. ഒരു ബദൽ മാർഗം എന്ന രീതിയിൽ ക്യാമറ വാഹനത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തിൽ ഘടിപ്പിക്കാൻ കഴിയുമോ എന്നുകൂടി നോക്കുക. വാഹനത്തിൽ ക്യാമറ ഘടിപ്പിക്കുന്നതിന് എന്തെങ്കിലും നിയമപ്രശ്നമുള്ളതായി അറിയില്ല. പല വാഹനങ്ങളിലും ഇന്ന് ക്യാമറ ഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് വ്ളോഗർമാർ പണി വാങ്ങിക്കാതെ അവരുടെ പണികൾ തുടരുക. ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും പരിചയത്തിൽ ഏതെങ്കിലും റോഡ് വ്ളോഗർമാരുണ്ടെങ്കിൽ അവർക്കൂടി ഇൻഫർമേഷൻ പാസ് ചെയ്യുക. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ മോട്ടോർ വാഹന വകുപ്പിനോട് ഒരു കാര്യം പറയാനുണ്ട്. ജനങ്ങളുടെ നിന്ന് കാശ് വാങ്ങിയിട്ടും കഴിഞ്ഞ 4 മാസമായി ലൈസൻസോ RC ബുക്കോ കൊടുക്കുന്നില്ല. അത് വേഗം കൊടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു.